കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ എല്ലാതെയും വിശ്വസ്തതയും കരുണയും ഓർത്ത് നമുക്ക് നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ദൈവം എന്ന് ഒന്നേക്കം നമ്മുടെ ദൈവമാണ്. ജീവപര്യന്തം വഴി നടത്താൻ ശക്തനായിരിക്കാൻ അവിടുത്തെ ബലമുള്ള കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കാം. നേയോളം നടത്തിയവൻ, കൊണ്ടുവന്നവൻ, കരം പിടിച്ച് നടത്തുന്നവൻ ഇന്നും നമ്മുടെ ദൈവമായിരിക്കാൻ നന്ദി പറയാം. വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ട് നമ്മുടെ പ്രവാസകാലം ഭയത്തോടെ കഴിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വരുവാനുള്ളവൻ വരും, താമസിക്കുകയില്ല. എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കുമെന്ന് നമുക്ക് പ്രഖ്യാപനം ചെയ്യാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ മധ്യേ ഇന്ന് പകലിലും ചൊരിയപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനനായിരുന്ന പൗലോസ്ലീഹയുടെ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി നിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഏത് വിഷയത്തിൽ നീ ബലഹീനനാണോ, പൗലോസേ, ആ വിഷയത്തിൽ എൻ്റെ കൃപ നിൻ്റെ മേൽ പകരാൻ എനിക്ക് പദ്ധതിയുണ്ട്. ആ ശക്തി പൗലോസിൻ്റെ ബലഹീനതയിൽ തികഞ്ഞു വന്നപ്പോൾ പൗലോസ് പറയുന്ന ഒരു പ്രസ്താവന, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിലും മതിയാകുന്നു. ഇന്ന് പ്രഭാതത്തിലും നമുക്ക് ദൈവശക്തി ഒന്ന് ഏറ്റെടുക്കാം. നമ്മുടെ അകത്ത് വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ ശക്തി സകലത്തെയും ജയിക്കാനും മതിലുകൾ ചാടിക്കടക്കാനും ദൈവം ഒരുക്കി വെച്ച വാഗ്ദത്തങ്ങളിലേക്ക് പ്രവേശിക്കാൻ നമ്മളെ ഇടയാക്കും. വഴിയിൽ തളർന്നു പോകാതിരിക്കാൻ അവിടുത്തെ കരുത്ത് ഇന്ന് പകൽ കർത്താവ് നമുക്ക് പകരും എന്നുള്ളതിന് സംശയമില്ല. 3 ദിവസം യേശുവിൻ്റെ പ്രഭാഷണം കേട്ട തൻ്റെ ജനം തിരിച്ചു പോകാൻ തുടക്കം. ശിഷ്യന്മാർക്ക് തോന്നാത്ത ഒരു കാര്യം യേശുവിന് തോന്നി. ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറയുക, 3 ദിവസം ഈ ജനം എൻ്റെ കൂടെയുണ്ട്. ഇവരെ വെറും കൈയായി വിട്ടാൽ, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കേണ്ടത് കൊടുത്തില്ലെങ്കിൽ മരുഭൂമിയിൽ ഇവർ തളർന്നു വീഴും. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പാദപീഠത്തിങ്കൽ ഇരുന്നവർ മരുഭൂമിയിൽ തളർന്നു വീഴാൻ അനുവദിക്കുന്ന ഒരു ദൈവത്തെയല്ല നാം സേവിക്കുന്നതെന്ന് ഈ പ്രഭാതത്തിൽ വ്യക്തമായി മനസ്സിലാക്കണം. നോഹയോട് വാഗ്ദത്തം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കാണാത്തവയെ പറ്റി അരുളപ്പാടുണ്ടായിട്ട് നോഹ പ്രസംഗിക്കാൻ തയ്യാറായി. ഒരു പെട്ടകം താൻ ഉണ്ടാക്കി. ശക്തമായ മഴ, അതുവരെ ഇല്ലാത്ത സംഭവമാണ് ഉണ്ടായത്. മഴ പെയ്തു, പ്രളയം ശക്തമായി. നമുക്കറിയാം, നോഹയുടെ ദൈവം പറഞ്ഞു, നീയും നിൻ്റെ കുടുംബവും പെട്ടകത്തിനകത്ത് കയറി വാതിലടയ്ക്കുക. കുറേ ദിവസം വെള്ളത്തിനകത്ത് ഈ പെട്ടകം പോയിക്കൊണ്ടിരുന്നു. വെള്ളം പൊങ്ങുമ്പോഴും പെട്ടകം താണില്ല, പെട്ടകം പൊങ്ങിക്കൊണ്ടിരുന്നു. ഒരു കാര്യം പറയട്ടെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വാക്ക് കേട്ടവനെ ദൈവം പകുതി വഴിക്ക് കൊണ്ടിട്ടില്ല, നടുക്കടലിലേക്ക് തള്ളിവിട്ടില്ല. ഉറപ്പിക്കേണ്ടടുത്ത് ദൈവം ഉറപ്പിച്ചെങ്കിൽ
ഈ പ്രഭാതത്തിലും ദൈവശബ്ദം കേട്ട വചനത്തിൻ്റെ ആജ്ഞ അനുസരിക്കുന്ന പ്രിയരോട് പറയട്ടെ, പകുതി വഴിക്ക് അസ്തമിപ്പിക്കുന്ന, ഇല്ലാതാക്കുന്ന ഒരു ദൈവത്തെ അല്ല നമ്മൾ സേവിക്കുന്നതെന്ന് ഇന്ന് പകൽ അറിയാതിരിക്കരുത്. സ്തോത്രം. 116 സങ്കീർത്തനം 3 വാക്യം വളരെ സുപരിതമാണല്ലോ. മരണപാശങ്ങൾ എന്നെ ചുറ്റി, പാതാള വേദനകൾ എന്നെ പിടിച്ചു, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ് എന്ന് നമുക്ക് വ്യക്തമായി അറിവുള്ളതാണല്ലോ. ദാവീദ് പറയുകയാണ്, യഹോവ എൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേട്ടതുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. കേൾക്കാത്തൊരു ദൈവമല്ല, കാണാത്തൊരു ദൈവമല്ല, അറിയാത്തൊരു ദൈവമല്ല നമ്മുടേത്. കേൾക്കുകയും ഉത്തരം നൽകുകയും ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് പറയുക. ജീവകാലമൊക്കെയും ഈ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കും. ഇനി നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരിക. അവിടെ എഴുതിയിരിക്കുന്നു, 1, മരണപാശങ്ങൾ ചുറ്റി, വേദനകൾ പിടിച്ചു, കഷ്ടവും സങ്കടവും അനുഭവിച്ചു, പ്രാണൻ വളരെ വേദനയിലേക്ക് നീങ്ങുന്നു, രക്ഷിക്കണമേ എന്നുള്ള നിലവിളി. ഞാൻ എൻ്റെ ഒരു ഭാഗം പറയാൻ നിയോഗിതനാണ്. മരണപാശങ്ങൾ ചുറ്റുകയാണ്. ഈ പകൽ നിങ്ങളുടെ ജീവിതത്തെ, തലമുറകളെ, കുടുംബത്തെ, കുടുംബജീവിതത്തെ, മിനിസ്ട്രിയെ ചുറ്റുന്ന ചില മരണത്തിൻ്റെ പാശങ്ങളുണ്ട്. അതിനെ സ്വർഗമഴിക്കും. ജീവനില്ലാതാക്കാൻ, ചലനം ഇല്ലാതാക്കാൻ, എഴുന്നേൽപ്പിക്കാതിരിക്കാൻ, നിർജ്ജീവമാക്കുന്ന ചില പാശങ്ങളെ അഴിക്കാൻ പിശാച് മുടിപ്പാനും ജീവൻ നഷ്ടപ്പെടുത്താനും അറപ്പാനും വന്നെങ്കിൽ ജീവൻ തരാൻ, സമൃദ്ധിയായി ജീവൻ തരാൻ കർത്താവ് നമ്മുടെ മധ്യ ഇന്ന് പകലിലുമുണ്ട്. അവിടുന്ന് ഈ പ്രഭാതത്തിൽ സകല പാശങ്ങളെ അഴിക്കും. വിശ്വസിക്കുക. എത്ര ശക്തമായി കെട്ടിക്കോട്ടെ, നിരാശപ്പെടേണ്ട. അഴിക്കാൻ ഒരുവൻ വന്നിട്ടുണ്ട്. 1, മരണപാശങ്ങൾ ചുറ്റിയതിനെ അഴിക്കാൻ എൻ്റെ കർത്താവ് തൻ്റെ ജനത്തിന് അധികാരം നൽകി. ആര് ചുറ്റിയെങ്കിൽ? നമുക്കറിയാം, ലാസറിനെ കൈയും കാലും റൂമാല് കൊണ്ട് കെട്ടി ചുറ്റിയിരിക്കുക പാശം. പക്ഷേ കെട്ടിയവനോട് കർത്താവ് പറയാ, ഇത് അഴിപ്പീൻ. കെട്ടിയവനെ കൊണ്ട അഴിപ്പിക്കുന്ന ഒരുവൻ ലാസറെ ഇവിടെ വന്നിട്ടുണ്ട്. ആ കുടുംബം പ്രതീക്ഷ നഷ്ടപ്പെട്ടു നിൽക്കുകയാണ്. പക്ഷേ ആ പാശങ്ങളെ അഴിക്കാൻ, മരണത്തിൻ്റെ പാശങ്ങളെ അഴിക്കാൻ കർത്താവിനോട് ഒരുമിച്ച് അടുത്ത അധ്യായത്തിൽ അതേ ലാസറിനെ നിർത്തിയ കാര്യം നിങ്ങൾ മറന്നുപോകും. നീ നോക്കൂ, പൗലോസിന്റെ കയ്യിൽ ഒരണലി ചുറ്റി. നീതി ദേവി ജീവിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ബർബർമാർ പറയുന്നത്. അപ്പോൾ ഈ ചുറ്റിയതിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ടാകും. മിലിറ്റയിൽ അവസാനിപ്പിക്കുമെന്ന് വാദിക്കുന്ന ശക്തി. പക്ഷേ ആ ശക്തിയുടെ അടിത്തറ ഇളക്കാനാണ് പൗലോസ് അവിടെ വന്നത്. അതുവരെ പലതിനെയും ചുറ്റി തകർത്തതിനെ ഇന്ന് പകൽ തീക്കകത്തെ കുടഞ്ഞു കളഞ്ഞ അതിനെന്തു വരുത്താനാണ് അഭിഷേകമുള്ളവൻ അവിടെ വന്നത്. പ്രിയ സഹോദരങ്ങളെ, റോമിൽ നിന്നെ എത്തിക്കത്തില്ലെന്ന് പറഞ്ഞ് അതിൻ്റെ പിന്നിൽ വാദിക്കുന്ന ഒരു ശക്തി പൗലോസിനെതിരെ വന്നെങ്കിൽ, സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, എത്തിക്കേണ്ടടുത്ത് നിന്നെ എത്തിക്കാതെ വണ്ണം നിന്നെ ചുറ്റാൻ നിൽക്കുന്ന ദേശത്തിൻ്റെ ചില ശക്തമായ വെല്ലുവിളികൾ
സ്വർഗം ശാസിക്കുന്ന പകൽക്കാലമാണ്. ആ അധികാരം ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അതിനെ തീയിൽ ആത്മാവിൻ്റെ അഗ്നിയിലേക്ക് കുടഞ്ഞു കളയാൻ തയ്യാറാകുമെങ്കിൽ ആ ദേശത്തെ ആ ശക്തി തകർന്നു പോവുകയാണ്. നിനക്ക് പുബ്ലിയസിലേക്കുള്ള ഒരു ഡോർ ഓപ്പൺ ആകുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ചുറ്റുന്നതിനെ കുടയാൻ, ചുറ്റുന്നതിനെ തീക്കകത്തേക്കിടാൻ പരിശുദ്ധാത്മാവിൽ തൻ്റെ ജനം തയ്യാറാകട്ടെ. പാതാള വേദനകൾ പിടിച്ചെങ്കിൽ പാതാളത്തിൻ്റെ ശക്തികളെ ഇടിച്ച് നിന്റെ വേദനകളെ എടുത്തു മാറ്റുന്ന സർവശക്തൻ്റെ കരം ഈ പ്രഭാതത്തിൽ ഇറങ്ങുകയാണ്. കഷ്ടവും സങ്കടവും അനുഭവിച്ച തൻ്റെ ജനത്തോട് പറയുന്നു, അതിനനുസരിച്ച് നിങ്ങളെ ആനന്ദിപ്പിക്കുന്ന, സങ്കടമറിഞ്ഞിറങ്ങി വരുന്ന, നിലവിളി കേട്ട് രക്ഷിക്കുന്ന, പുറപ്പെടുവിക്കുന്ന ഒരുവൻ വിളിച്ചു പറയുന്നു, വെട്ടുക്കിളിയും തുള്ളനും പച്ചപ്പുഴവും വിട്ടിലും നശിപ്പിച്ച സംവത്സരങ്ങൾക്കനുസരിച്ച് വിലാപത്തെ നൃത്തമാക്കി രട്ടിനെ അഴിച്ച് ആനന്ദത്തിലേക്ക് കൊണ്ടുവരാൻ എൻ്റെ കർത്താവിന് ഇന്നും പദ്ധതിയുണ്ട്. വിശ്വസിക്കുന്നവർ സ്തോത്രം ചെയ്യും. ചുറ്റിയത് അഴിയുന്നു, അനുഭവിച്ചത് ആനന്ദ നദിയിലേക്ക് ദൈവം നിങ്ങളെ കൊണ്ടുവരുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അഭിഷേകമുള്ളവർ സ്തോത്രം ചെയ്തിട്ട് പറ, ഞങ്ങളെ കർത്താവ് പുറപ്പെടുവിക്കാൻ പോകുകയാണ്. ചില പാശങ്ങൾ ഈ പകൽ തകരുകയാണ്. ശദ്രക്ക് മേശക്ക് അഭേദ്രവനെ കെട്ടിയ പാശങ്ങൾ ആ തീക്കകത്തേക്ക് ഇറങ്ങി, അവരെ ഇട്ട സമയത്തേക്ക് തീക്കകത്തേക്ക് ഇറങ്ങി വന്ന ഒരുവനുണ്ട്. അവൻ ദൈവപുത്രനാണ്. ദൈവപുത്രൻ്റെ ശക്തി വരുമ്പോൾ നെബൂഖദ്നേസറിൻ്റെ ശക്തമായ പാശങ്ങൾ ഈ പകൽ ചുറ്റിയത് തകരാൻ പോകും. യേശുവിൻ്റെ നാമത്തിൽ സർവശക്തനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച ശ്രേഷ്ഠയാലോചനയ്ക്കായി സ്തോത്രം. ചുറ്റിയ ചില പാശങ്ങൾ തീക്കകത്തേക്ക് കുടയുന്നു. മരണത്തിൻ്റെ പാശങ്ങളെ അഴിക്കാൻ ഈ പകൽ കർത്താവ് ഞങ്ങളുടെ മധ്യം വന്നിരിക്കയാൽ പുസ്റ്റോപ്പിടുമെന്ന് പറയുന്നിടത്ത് നിന്ന് വീണ്ടും ഞങ്ങളെ ഓടിക്കുന്ന ദൈവ മഹത്വം നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ ഞങ്ങളുടെ കുടുംബത്തിന്മേൽ, തലമുറകളുടെ മേൽ, മിനിസ്ട്രിയുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടു വരട്ടെ. ജനം വിടുതലേക്ക് നയിക്കപ്പെട്ട അത്ഭുതങ്ങൾ ദൈവം ചെയ്തിരിക്കാൻ സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തിങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ചുറ്റിയതിനെ അഴിക്കാൻ, അതിനെ കുടയാൻ നമ്മൾ തയ്യാറാകൂ. ദൈവശക്തി നമ്മുടെ അകത്ത് വ്യാപരിക്കുകയാണ്. ഈ വചനങ്ങളെ കർത്താവ് സഹായിക്കട്ടെ. ക്രിസ്തു യേശുവിൽ നിങ്ങളുടെ സഹോദരൻ പ്രസംഗിച്ചു.